ഹായ് സ്റ്റുഡൻസ്. സോ ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ചാപ്റ്ററിന്റെ പേര് എന്ന് പറയുന്നതും ഇതും നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ നമ്മൾ ഫൈനാൻഷ്യൽ നോർമൽ ബിസിനസ്, കാരണം നമ്മൾ പലതരം ബിസിനസ്സുകളുണ്ട് അല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, അക്കൗണ്ടിങ്, കമ്പനി, അങ്ങനത്തെ പലതുണ്ട്. സോ ഇതിലും നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെയാണ് പ്രിപ്പയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഒരു ഡിഫറൻസ്, എന്താണ് ആ ഡിഫറൻസ് എന്ന് പറയുന്നത്? ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നോക്കണം, നോട്ട് ഫോർ പ്രോഫിറ്റ്. അതായത് കുറെ ഓർഗനൈസേഷൻസ് ഇപ്പോൾ കൂടുതലും പല പല ട്രസ്റ്റ്, ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ നമ്മൾ നോക്കിയാൽ കാണാം. അതായത് ചാരിറ്റി ലക്ഷ്യമാക്കിയിട്ട് കുറേ ബിസിനസ്സുകൾ നടക്കുന്നുണ്ടടാ. അങ്ങനത്തെ പറയുന്ന പേരാണ് നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതായത് പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല ആ ഓർഗനൈസേഷൻസ് ഒന്നും സ്ഥാപിക്കും. അതിനെ നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് പറയുന്നത്. സോ അങ്ങനത്തെ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ചെയ്യുന്നത് എൻറ്റയർലി അവരുടെ അക്കൗണ്ട്സ് ചെയ്യുക എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ്. അതായത് നമ്മൾ സാധാരണ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ അല്ലായിരുന്നു ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അപ്പൊ നോക്കണം, അങ്ങനത്തെ ടീമുകളുടെ അല്ലെങ്കിൽ അങ്ങനത്തെ ഓർഗനൈസേഷൻസിന്റെ എങ്ങനെയാണ് അതിന്റെ അക്കൗണ്ടിങ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് നമുക്ക് അതിന്റെ ഓരോ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകും. ഓക്കെ, ശ്രദ്ധിച്ചില്ല. സോ നോക്കിക്കോ, നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ സ്കൂള് നോൺ ഗവൺമെന്റൽ NGOs എന്നൊക്കെ കേട്ടില്ല, അവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ചാരിറ്റിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നത്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ്, ചില ഹോസ്പിറ്റൽസ് കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഈ നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നമ്മൾ അതിന് NPOs വിളിക്കും, ഇന്ത്യയിലേക്കും NPO. സോ ഇതിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്ന് എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് നീഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. അപ്പൊ നോക്കട്ടെ, ഇവരുടെ അക്കൗണ്ടിങ് ചെയ്യുന്നത് ഇൻകം എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള, അപ്പൊ അതിന്റെ മീനിങ് എന്താണ്, അതിന്റെ ആവശ്യകത. അതുപോലെ തന്നെ ഡ്രോ ദ ഫോർമാറ്റ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ബെനഫിറ്റ്സ്, അതുപോലെ തന്നെ അതെങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ആവശ്യകത കാര്യങ്ങൾ. ഐഡന്റിഫൈ ദ എക്സ്പ്ലെയിൻ ദ ഐറ്റം എക്സ്ക്ലൂസീവ് ഫോർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എങ്ങനത്തെ ഇൻകംസ് ഒക്കെ വരാനുള്ളത്, എങ്ങനത്തെ ചെലവുകളാണ് ഉണ്ടാവുക, എങ്ങനത്തെ ചെലവുകളാ പറ്റില്ല എന്നുള്ളതിനെ പറ്റിയൊക്കെ പല പല ലോകളുണ്ട്, പല പല നിയമങ്ങളുണ്ട്. ഇതിലോട്ടൊന്നും നമ്മളിപ്പോൾ കൂടുതൽ കിടക്കുന്നത്. അതുപോലെ തന്നെ പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ വേരിയസ് അഡ്ജസ്റ്റ്മെന്റ്സ്. നമ്മൾ മുമ്പ് പഠിച്ച കഴിഞ്ഞ ചാപ്റ്ററിൽ കുറെ അഡ്ജസ്റ്റ്മെന്റ്സ് പറഞ്ഞു അല്ലേ, ഒത്തിരി ഡിഫിക്കൽട്ട് ആയിരുന്നു എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ പറ്റുന്നവരോ പഠിക്കുക, അല്ലാതെ നമ്മൾ പാസ്സാവണമെങ്കിൽ അത് ആകണമെന്നില്ലല്ലോ, ഓറിയന്റേഷൻസ് ഉണ്ട്. സോ അപ്പോൾ എന്നാലും പഠിച്ചാൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ എക്സ്പ്ലെയിൻ ദ വേരിയസ് അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് ദെയർ ഇൻഫോർമേഷൻ വൈൽ പ്രിപ്പയറിംഗ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ്. റെസീപ്റ്റ്സും പേയ്മെന്റ്സും തമ്മിലുള്ള ഡിഫറൻസ്. അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തമ്മിലുള്ള ഡിഫറൻസ്. പ്രിപ്പയർ ദ ബാലൻസ് ഷീറ്റ് ഫോർ ദ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. എങ്ങനെയാണ് അവരുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ്. ഇവിടെ ആക്ച്വലി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു സെക്ഷൻ വരുന്നത്. ബിക്കോസ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലടാ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഇവിടെ പ്രോഫിറ്റ് ഇല്ല. ആക്ച്വലി ഇവർക്ക് പ്രോഫിറ്റ് എടുക്കാനൊന്നും പറ്റില്ല. സോ ഞാൻ അതിന്റെ നിയമവശങ്ങളിലായിട്ട് കിടക്കുന്നില്ല. ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് എടുക്കുക എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ അത് പ്രോഫിറ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമല്ല. സോ അവിടെ കയറിയിട്ട് പിന്നെ പ്രോഫിറ്റ് എടുക്കാൻ പാടുണ്ടോ? സോ അതുകൊണ്ട് ചെയ്യാറില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് മീനിങ് ആൻഡ് നീഡ് ആൻഡ് ഐറ്റംസ്. ഓക്കെ, അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അത് നമ്മൾ ഇതിലോട്ട് കിടക്കുന്നു. ഈ സമ്മറി ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻസ് എന്താ അതിന്റെ മീനിങ് എന്ന് പറയുന്നത്, ഓഫ് ഓർഗനൈസേഷൻ എ പെർട്ടിക്കുലർ ഇയർ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓർ ദ എൻഡ് ഓഫ് ദ ഇയർ. അപ്പോൾ ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിന്റെ അവസാനത്തിലാണ് നമ്മൾ ഇതിന്റെ പ്രിപ്പയർ ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ എന്താണ്. അപ്പോൾ ദിസ് അക്കൗണ്ട് ഈസ് സിമിലർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്.
ഇവിടെ നമ്മൾ നോക്കണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഞാൻ പറഞ്ഞു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ആയിരിക്കില്ല നമുക്ക് നമ്മുടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അതേ ഒരു ഫോർമാറ്റും അല്ല. ഇവിടെ നമ്മൾ നോക്കണം ഇങ്ങനത്തെ കമ്പനീസ് അല്ലെങ്കിൽ NGOസിന് അല്ലെങ്കിൽ നോക്കണം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന് അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ തന്നെ ആക്ച്വലി പ്രോഫിറ്റ് ഞാൻ പറഞ്ഞില്ല, പ്രോഫിറ്റ് എടുക്കുക എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ എവിടെ ഇല്ല NGO ഇങ്ങനത്തെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ അതിന് വേറൊരു മെത്തേഡാണ്, എടുക്കാനും പാടില്ല. അതെങ്ങനെയാണ് ഡീൽ ചെയ്യുക എന്നുള്ളത് നമ്മൾ വഴിയാണ്. അപ്പൊ എങ്ങനെയാണ് ചെയ്യുക? ഇൻ ദിസ് അക്കൗണ്ട് റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ ഇൻകം ഓഫ് എക്സ്പെൻഡിച്ചർ. അപ്പൊ ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ വർഷത്തിൽ വന്ന കുറെ എക്സ്പെൻഡിച്ചർ, കുറെ ചെലവുകൾ ഉണ്ടാവും, ചില വരുമാനം ഉണ്ടാവും, ഈ അക്കൗണ്ടിലാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഇതും നമ്മൾ നോക്കണം. നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന കുറെ അക്കൗണ്ടിൽ നമ്മൾ പീരിയോഡിക്കൽ കൺസെപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ വർഷത്തെ എക്സ്പെൻസ് ഇപ്പോൾ തന്നെ എഴുതണം, അടുത്ത വർഷത്തിലെ ഇൻകം അടുത്ത വർഷത്തിൽ എഴുതണം. അപ്പൊ അതേ ഒരു റൂൾസും റെഗുലേഷൻസ് ഇവിടെ തന്നെ നമ്മൾ ഫോളോ ചെയ്യണം എന്ന് പറയുന്നത്. ബാലൻസ് ഓഫ് ദി എമൗണ്ട്, ഇതിന്റെ ബാലൻസ് അല്ലെങ്കിൽ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ്, ചിലപ്പോൾ സർപ്ലസ് ആയിരിക്കും കണ്ടോ. ഇവിടെ പ്രോഫിറ്റിന് ഉപയോഗിക്കുന്നതിന്റെ മറ്റൊരു വേർഡാണ് സർപ്ലസ്. സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഒരു ലാഭം തന്നെ അർത്ഥം. സർപ്ലസിന്റെ മലയാളം മീനിങ് പറയാനാണ്. ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ലോസിന്റെ മറ്റൊരു പേരാണ് ഡെഫിസിറ്റ്. ജസ്റ്റ് അവർ വേർഡ് മാറ്റിയിട്ടുണ്ട്, പക്ഷെ ഇത് ആക്ച്വലി അത് പ്രോഫിറ്റും ലോസ് തന്നെയാണ്. ഓക്കെ, പക്ഷെ അത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ യൂസ് ചെയ്യും. If the income sides of the exceeds the expenditure, the difference is surplus. കണ്ടോ, ഇൻകം സൈഡ് കൂടുതലും എക്സ്പെൻഡിച്ചർ ചെലവ് കുറവാണെങ്കിൽ നമ്മൾ അതിനെ സർപ്ലസ് എന്നും, എക്സ്പെൻഡിച്ചർ ചെലവ് കൂടുതലും ഇൻകം കുറവാണെങ്കിൽ അതിനെ ഡെഫിസിറ്റ് എന്നും പറയും. നീഡ് ഓഫ് പ്രിപ്പയറിംഗ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്തിനാണ്? To know the net result of the activities of a particular period in generally 1 year. ഒരു വർഷത്തിൽ അവർക്കാണെന്നുണ്ടെങ്കിലും ഇത് നിന്ന് പോണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഓറിയന്റഡ് അല്ല, കുറെ ഡൊണേഷൻസും കാര്യങ്ങളൊക്കെ വരും. ഇത് ബിസിനസ് പോലെ അല്ല കേട്ടോ, കാരണം ഡൊണേഷനും കാര്യങ്ങളൊക്കെ വരും. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ അപ്പൊ അതിനൊക്കെ എങ്ങനെ നമ്മൾ ഇതിനൊക്കെ കറക്റ്റ് ആയിട്ട് എങ്കിലും നോക്കണ്ടടാ. സപ്പോസ് എപ്പോഴും ഡെഫിസിറ്റിലാണ് കമ്പനി പോകുന്നുണ്ടെങ്കിൽ, ഓർഗനൈസേഷൻ പ്രോഫിറ്റിലല്ലാന്നുണ്ടെങ്കിലും ഡെഫിസിറ്റിലാണെന്നുണ്ടെങ്കിൽ ആ NGO കൂടുതൽ ഓടൂല, മനസ്സിലായോ? അപ്പോൾ അതിനും ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് അക്കൗണ്ട് ഇവന്റോ NGOക്ക് പോലും ആവശ്യമാണെന്ന് പറയും. സോ അതുകൊണ്ട് ഒരു വർഷത്തിൽ ആ നടന്ന ആക്ടിവിറ്റീസിന്റെ ഒരു നെറ്റ് സമ്മറി അറിയാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. അതിന്റെ ഫോർമാറ്റാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഫസ്റ്റ് എപ്പോഴും നമ്മൾ ബാലൻസ് ഷീറ്റ് ആണെങ്കിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഞാൻ പറഞ്ഞു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇല്ല, ശരിക്കും NGOയുടെ അല്ലെങ്കിൽ NPOയുടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് ആര്, എന്ത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയും. അപ്പോൾ ഇവിടെ എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് ഹെഡിങ് നമ്മൾ ഏതാണ് അക്കൗണ്ട് ചെയ്യുന്ന ഹെഡിങ്, രണ്ടാമത്തത് ഹെഡിങ് എഴുതി ആരുടെ ചെയ്യുമ്പോൾ സപ്പോസ് നമ്മൾ എപ്പോഴും എഴുതാറുള്ള പോലെ ABC ലിമിറ്റഡ് ആണെങ്കിൽ അവിടെ ABC ലിമിറ്റഡ്. ഇനി അറ്റ് ദ ഇയർ എൻഡഡ് എന്താണെന്ന് വെച്ചാൽ അത് ഇപ്പൊ 2025 ആണെങ്കിൽ 2025 ടൈം, ഇത് എല്ലാത്തിനും ഉണ്ടാവും അല്ലേ. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിലും ബാലൻസ് ഷീറ്റ് ഒക്കെ ഉണ്ടാവും, പക്ഷെ അപ്പോൾ അത് കുഴപ്പമില്ല. പിന്നെ എല്ലാത്തിനും പോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ തന്നെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും അത് വ്യത്യാസമല്ല. എക്സ്പെൻഡിച്ചർ നമ്മൾ അവിടെ പെർട്ടിക്കുലേഴ്സ് എന്നൊക്കെ എഴുതാലും ഇവിടെ എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻഡിച്ചർ പറഞ്ഞാൽ എക്സ്പെൻസ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. സോ ഡെബിറ്റ് സൈഡിൽ അവിടെ നമ്മൾ എക്സ്പെൻഡിച്ചർ എഴുതുന്നു, ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഇൻകം എഴുതുന്നു, പിന്നെ എമൗണ്ട് പോകണം. ഇനി നമ്മൾ ഇതിൽ ആൾറെഡി നമ്മൾ ഇങ്ങനത്തെ കമ്പനീസിന്റെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓർഗനൈസേഷനിൽ ആൾറെഡി ഉണ്ടാവാറുള്ള ചെലവുകൾക്ക് അനുസരിച്ചൊക്കെ ഈ ഫോർമാറ്റ് ഉണ്ടാക്കിയിട്ട്. ഫസ്റ്റ് വൺ ആണ് റെന്റ്. റെന്റ് നമ്മൾ എന്തൊക്കെ ചെയ്യണം? റെന്റ് ഫോർമാറ്റ് നോക്കുക. റെന്റിൽ പെയ്ഡ് ഫോർ ലാസ്റ്റ് ഇയേഴ്സ് ആണ്. ഇതിൽ കുറച്ച് കുറവ്. ഈ ഫോർമാറ്റ് അങ്ങനെ പെയ്ഡ് ഫോർ ലാസ്റ്റ് ഇയേഴ്സ് ഔട്ട്സ്റ്റാൻഡിങ്. ഇവിടെ കഴിഞ്ഞ വർഷത്തിൽ ചിലപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടാവും. ഇപ്പൊ നമ്മളിതിങ്ങനെ ഗോ ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇപ്പം നമ്മൾ പേ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കുറയ്ക്കാം. പിന്നെയോ പെയ്ഡ് ഫോർ നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷത്തേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം അത് നമ്മൾ അത് നമ്മൾ ഇങ്ങനെ ഈ വർഷത്തിൽ ചെയ്യണം. ഈ വർഷത്തിൽ എന്താ, ഈ വർഷത്തെ റെന്റ് മാത്രം മതിയല്ലോ, ഇത് ആക്ച്വലി അടുത്ത വർഷത്തെ റെന്റ്, അപ്പൊ അത് കുറയ്ക്കണം. പിന്നെ കറന്റ് ഇയർ ഔട്ട്സ്റ്റാൻഡിങ്, ഈ കറന്റ് ഇയർ ഔട്ട്സ്റ്റാൻഡിങ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. ഈ വർഷത്തെ റെന്റ് നമ്മൾ കൊടുത്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ അത് കൂട്ടണം. നമ്മൾ കൊടുത്തിട്ടില്ല എന്ന് വിചാരിച്ചാൽ എന്ത് പ്രശ്നം പറ്റില്ല, പറഞ്ഞില്ലേ ഈ വർഷത്തിലെ റെന്റ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടോ അത് അവിടെ ആഡ് ചെയ്തിരിക്കും.
അത് പൈസ കൊടുത്താലും ശരി, പൈസ കൊടുത്തു. പിന്നെ ഫോർ ദ കറണ്ട് പീരിയഡ് ഇൻ ലാസ്റ്റ് ഇയർ, കറണ്ട് പീരിയഡിൽ കഴിഞ്ഞ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വായിക്കും. പിന്നെന്താ, ഓൺ അക്കൗണ്ട് ഓഫ് കറണ്ട് ഇയർ സാലറീസ്, എന്തെങ്കിലും സാലറീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സാധാരണ വരുന്നതാണ് എക്സ്പെൻസ് ആളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാലറികൾ വരാറുണ്ട്. സാലറി മീൻസ് പ്രോഫിറ്റ് അല്ല ഒരിക്കലും. സാലറി മീൻസ് അവിടെ വരുന്ന കുറെ സ്റ്റാഫുകൾ ഉണ്ടാവും, ചിലപ്പോൾ അവിടുത്തെ ഓഫീസ് കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ അവിടെ അതിന് ആൾക്കാർ വേണമല്ലോ. അവർക്കൊക്കെ സാലറി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സാലറി നമുക്ക് കിട്ടും. പിന്നെ ന്യൂസ് പേപ്പർ, സാധാരണ ന്യൂസ് പേപ്പറൊക്കെ വരുത്താറുണ്ട് ഇങ്ങനത്തെ NGOs. സോ ആ ന്യൂസ് പേപ്പറിനുള്ള പേയ്മെന്റ് നമുക്ക് ഇവിടുന്ന് സെറ്റ് ഓഫ് ചെയ്യാം. അത് നമുക്ക് എക്സ്പെൻഡിച്ചർ ആയിട്ട് എഴുതാം. പിന്നെ ലോസ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ അല്ലെ, അപ്പോൾ NGO ആണ് വിചാരിച്ച് ഫർണിച്ചർ ഇല്ലായിരിക്കൊന്നുമില്ല, ഫർണിച്ചർ ഉണ്ട്. സോ ഫർണിച്ചർ വിറ്റപ്പോൾ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ലോസ്. ഡിപ്രീസിയേഷൻ, ഏത് അസറ്റിനും, ഇപ്പോൾ കാറൊക്കെ ഉണ്ടാവും ചില കമ്പനീസിന് അല്ലെങ്കിൽ ചില ട്രസ്റ്റിന്. സോ ആ കാറൊക്കെ എന്ത് ചെയ്യാം, ഇതിന്റെ ഡിപ്രീസിയേഷൻ നമുക്ക് എന്തായിട്ട് ചാർജ് ചെയ്യാം, എക്സ്പെൻസ് ആയിട്ട് ചാർജ് ചെയ്യാം. എനി അതർ ഐറ്റം ഓഫ് റവന്യൂ എക്സ്പെൻസ്. റവന്യൂ എക്സ്പെൻസ് എന്താണെന്ന് മനസ്സിലായോ? അസറ്റ് അല്ല റവന്യൂ എന്ന് പറയുന്നത്. അസറ്റ് എന്ന് പറയുന്നത് എന്താ, അസറ്റ് എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇതെന്താ, റവന്യൂ ഐറ്റംസ്, അതായത് എക്സ്പെൻസ് ആണ്. ഓക്കെ, അസറ്റ് അല്ല കേട്ടോ. നമുക്ക് ഒരു കാറ് വാങ്ങി അത് ഇവിടെ എഴുതാൻ പറ്റും. ഇനി അങ്ങനത്തെ അല്ലാത്ത എന്തെങ്കിലും എക്സ്പെൻസ്, ഇപ്പോൾ സ്റ്റേഷനറി, ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ റെന്റ്, അതുപോലെ തന്നെ സാലറി, അതുപോലെ തന്നെ ഇപ്പോൾ വേറെ ഏതെങ്കിലും സൂപ്പർവൈസിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചിലവുണ്ടെങ്കിൽ അത്, എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ എടുത്താൽ. പിന്നെ എക്സ്പെൻസസ് ഓൺ കൺസ്യൂമബിൾ, നമ്മൾ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് മേടിക്കുന്നത്. ഇപ്പോൾ ഫുഡ് ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലും കൺസ്യൂം ചെയ്യുന്നത് നമ്മുടെ എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. പിന്നെ എന്താ, മെറ്റീരിയലി സ്റ്റേഷനറി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, സ്റ്റേഷനറി അല്ലടാ, പലചരക്ക് സാധനങ്ങളുണ്ടെങ്കിൽ. പിന്നെ ഇവിടെ സർപ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ, സർപ്ലസ് നമ്മൾ എങ്ങനെ എഴുതാറ്, നമ്മള് അവിടെ എങ്ങനെ എഴുതാറ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എന്താ എഴുതാറ്, ഗ്രോസ് പ്രോഫിറ്റ് എന്നല്ലേ. അപ്പൊ അവിടെ നോക്കിയാൽ ജസ്റ്റ് സർപ്ലസ് എഴുതി. കാരണം സർപ്ലസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡെബിറ്റ് സൈഡിൽ നമ്മൾ സർപ്ലസ് എഴുതി. കാരണം എന്താ, ഇവിടെ ഡെബിറ്റ് സൈഡിൽ സർപ്ലസ് എഴുതണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. കാരണം ക്രെഡിറ്റ് സൈഡിലാണ് ഇൻകം കിടക്കുന്നത്. ഇൻകം കൂടുമ്പോഴല്ലേ സർപ്ലസ് ഉണ്ടാവുക. ഇൻകം കുറഞ്ഞാൽ അത് എന്തായിട്ട് മാറും, ഡെഫിസിറ്റ് ആയിട്ട് മാറും. ഇനി സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡും ഈ വർഷത്തെ റിസീവ്ഡ് മാത്രമേ ഈ വർഷത്തിൽ വരാൻ പറ്റൂ. സപ്പോസ് കഴിഞ്ഞ വർഷത്തിലെ സബ്സ്ക്രിപ്ഷൻ നമ്മൾ ഇയർലി ആണ് കൊടുക്കുക, 1 വർഷത്തേക്ക് 2 വർഷത്തേക്ക്. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ഇപ്പൊ ലൈബ്രറി എന്ന് പറയുന്നത് ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ എന്താ പറയാ ഇങ്ങനത്തെ ഒരു ഇതിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വർഷത്തില് എന്താ പറയാ സബ്സ്ക്രിപ്ഷൻ ഈ വർഷം കിട്ടിയെങ്കിൽ അത് ഇപ്രാവശ്യത്തെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ഇങ്കാണ്. വൺ ഓഫ് ദീസ് ഇങ്ങനത്തെ എഞ്ചിന്റെ മെയിൻ ഇങ്കാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഈ വർഷത്തെ മാത്രം ഇപ്രാവശ്യത്തെ ഇങ്കായിട്ട് കാണാൻ പറ്റില്ല. അതാണ് ഇവരുടെ മെയിൻ വരുമാനം. അപ്പൊ അതെന്ത് ചെയ്യണം, കുറയ്ക്കണം. അപ്പൊ അതിന് വേണ്ടി ലെസ് ഇതിന്ന് കുറയ്ക്കണം. സബ്സ്ക്രിപ്ഷൻ ഇപ്പൊ ഇപ്രാവശ്യം കുറെ കിട്ടിയിട്ടുണ്ടാവും. അതിൽ ലെസ് റിസീവ്ഡ് ഓൺ അക്കൗണ്ട് ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷത്തിലെ സബ്സ്ക്രിപ്ഷൻ ആരെങ്കിലും ഈ വർഷം തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് വർഷത്തിന്റെ, അത് ആ വർഷത്തിലാണ് എന്നത് അത് ഇങ്കായിട്ട് കാണിക്കുന്നത്. അപ്പൊ ഈ വർഷത്തിലാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറയ്ക്കും. പിന്നെ റിസീവ്ഡ് ഓൺ അക്കൗണ്ട് ഓർ ദ നെക്സ്റ്റ് ഇയർ, അല്ലെങ്കിൽ ഈ വർഷത്തിലല്ല അടുത്ത വർഷത്തിലോട്ടാണ്, അത് ഈ വർഷത്തിൽ എഴുതാനുണ്ടാവില്ല, അടുത്ത വർഷത്തേക്കുള്ള ഇങ്കായിട്ട് കാണും. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ദ കറന്റ് ഇയർ, ഇനി ചിലപ്പോൾ ഈ വർഷം തരാനുള്ളതായിരിക്കും പക്ഷെ തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ അത് ഈ വർഷം തന്നെ കിട്ടുമോ. പിന്നെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ ലാസ്റ്റ് ഇയർ ഓൺ ദ അക്കൗണ്ട് ഓഫ് കറന്റ് ഇയർ, ചിലപ്പോൾ കഴിഞ്ഞ വർഷം ഈ വർഷത്തിൽ അഡ്വാൻസ് വന്നിട്ടുണ്ടോ, അങ്ങനെ വെച്ചാൽ അത് ഇവിടെ ഇത്രയും കാര്യങ്ങൾ ചെയ്യും. ഇപ്പോഴാണ് സബ്സ്ക്രിപ്ഷൻ. ഈ റെന്റ് പോലെ തന്നെയാണ് സബ്സ്ക്രിപ്ഷൻ പറയുന്നത്, മനസ്സിലായി ചെയ്യുന്നത്. പിന്നെ പലതരം എന്താ പറയാ ഇൻകംസ് ഇങ്ങനത്തെ കമ്പനീസ് വരാം. ഒന്നാണ് ഡൊണേഷൻസ് വരാം. പല വലിയ കമ്പനീസ് ഡൊണേഷൻസ് വരും. ഗ്രാൻഡ് ഇൻ എയ്ഡ്, ചിലപ്പോൾ ഗവൺമെന്റ് വല്ല ഗ്രാൻഡും കൊടുക്കാം. സെയിൽ ഓഫ് ഗ്രാസ്, എന്തെങ്കിലും വിറ്റിട്ടുണ്ടെങ്കിൽ അത്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ചിലപ്പോൾ ഇവർക്കൊക്കെ ഇൻവെസ്റ്റ്മെന്റ് വല്ലതും കൊടുത്തിട്ടുണ്ടാവും, അങ്ങനെ ആ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത്. മിസ്ലേനിയസ് റെസീപ്റ്റ്, വേറെ എന്തെങ്കിലും ചിലപ്പോൾ ഈ പണ്ടാരം പോലുള്ള എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അതിന്റെ റെസീപ്റ്റ്സ്, വരുമാനങ്ങൾ. സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ നമ്മൾ മേടിച്ച് പറഞ്ഞ എക്സ്പെൻസ് അത് വിറ്റതില്ലേ. പിന്നെ ഉണ്ടോ റവന്യൂ ഇൻകം, വേറെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത്. പിന്നെ ഇവിടെ ഉണ്ടോ ഡെഫിസിറ്റ് വന്ന്. ഡെഫിസിറ്റ് എപ്പോഴാണ് വരിക,
ഇൻകം സൈഡ് കുറവും എക്സ്പെൻസ് സൈഡ് കൂടുതലും ആകുമ്പോൾ എന്ത് വരാം, ഡെഫിസിറ്റ് ചെയ്യും. അപ്പൊ നോക്കണം, ഇവിടെ നമ്മൾ ഡെഫിസിറ്റ് ഇവിടെ കണ്ടോ, ഇവിടെ ക്രെഡിറ്റ് ആക്ച്വലി ക്രെഡിറ്റ് സൈഡിലാണ് ഡെഫിസിറ്റ് വന്നത്. അപ്പൊ ക്രെഡിറ്റ് സൈഡ് ഡെഫിസിറ്റ് എന്താ വരാൻ കാരണം, എക്സ്പെൻഡിച്ചർ കൂടുതൽ ഇൻകത്തിന്റെ സൈഡായിരിക്കും ടാലി, ഇൻകം സൈഡ് ഇൻകം കുറവായിരിക്കും. അപ്പൊ അവിടെ ടാലി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ എവിടെ എഴുതണം, ഇൻകത്തിന്റെ താഴെ എഴുതണം. അത്രയുള്ളതിന്റെ ലോജിക്. ഇനി ഇതിൽ നമ്മൾ ഇപ്പൊ ഇത്രയും പറഞ്ഞില്ല, അതിന്റെയൊക്കെ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ ആണ്. റെലവെന്റ് ഐറ്റംസ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻസ്. അതിൽ വരുന്ന സാധാരണ വരുന്ന അല്ലെങ്കിൽ എല്ലാ നമ്മൾ ഇങ്ങനത്തെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലും കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഫസ്റ്റ് വന്നാണ് സബ്സ്ക്രിപ്ഷൻ. ഞാൻ പറയുന്നത് സബ്സ്ക്രിപ്ഷൻ ആണ് ഇവരുടെ മെയിൻ ഉണ്ട്. അതായത് മാസമോ അല്ലെങ്കിൽ വർഷത്തിലോ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ട് അത് കുറെ ആൾക്കാർ കൊടുക്കുന്നു. അത് എന്ന് പറയുന്നത് ഇതിന്റെ ഇൻകം. എൻട്രൻസ് ഫീ ഓർ അഡ്മിഷൻ ഫീ. എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇപ്പോൾ ലൈബ്രറിയിലൊക്കെ നമ്മുടെ അതിലോട്ട് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഒരു എമൗണ്ട് കൊടുക്കാറില്ലേ, അതും അവരുടെ ഒരു വരുമാനമാണ്. ഡൊണേഷൻ, പല പല ആൾക്കാർ പല പല എമൗണ്ട് ഡൊണേഷൻ ചെയ്യും, അതൊരു വരുമാനമാണ്. സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ, ഞാൻ പറഞ്ഞില്ല അങ്ങനത്തെ എന്തെങ്കിലും ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ന്യൂസ് പേപ്പറൊക്കെ മേടിക്കണമെങ്കിൽ അത് വിറ്റ് കിട്ടുന്ന പൈസ. ഇൻട്രസ്റ്റ് റെസീപ്റ്റ്, എന്തെങ്കിലും പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാങ്കിൽ ഒരു FD ഒക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ്. ഗ്രാൻഡ് ഇൻ എയ്ഡ്, ലോക്കൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ കേസാണ്, കേരളം ചിലപ്പോൾ ഇങ്ങനത്തെ സ്ഥാപനങ്ങൾക്ക് ഗ്രാൻഡ് കൊടുക്കാം. ഒന്ന് ബജറ്റ് ആയിരുന്നു, ബജറ്റിൽ അതിൽ അലോക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു കാര്യം പറയാം. ഐറ്റംസ് ഓഫ് റവന്യൂ എക്സ്പെൻസ്. റവന്യൂ എക്സ്പെൻസ് എന്താ, സാലറി കാര്യങ്ങൾ നമ്മൾ കണ്ടുള്ളത്, റെന്റ്, സ്റ്റേഷൻ, പോസ്റ്റ്, ടെലിഫോൺ, ഇലക്ട്രിസിറ്റി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ ഹോണറേറിയം, അതെന്താ പറഞ്ഞത്, ദ എമൗണ്ട് പെയ്ഡ് ടു പേഴ്സൺ ഹു ലുക്സ് ദ ഫങ്ഷനിങ് ഓഫ് ദ ഓർഗനൈസേഷൻ ബട്ട് ഈസ് നോട്ട് ദ എംപ്ലോയി ഓഫ് ദ കമ്പനി. അല്ല, ഹോണറേറിയം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇതൊരു കൈൻഡ് ഓഫ് സാലറി ആണ്. ഹോണറേറിയം എന്ന് പറഞ്ഞാൽ തന്നെയാണ് സാലറി. ഇത് ആർക്കാ മരടാ, നമ്മൾ പറയില്ലടാ, നമ്മളെല്ലാം നോക്കി നടത്താനിട്ട് ഒരു എന്താ പറയാ ഓർഫനേജ് ഒക്കെ ആണെന്ന് വിചാരിക്കും. ആ ഓർഫനേജ് ഒക്കെ എന്താ പറയാ നോക്കി നടത്തുന്ന ഒരാളുണ്ട്. അപ്പൊ അയാൾക്കൂടെ ജീവിച്ചു പോകണ്ടേ, അപ്പൊ അയാൾക്കൊരു സാലറി അല്ലെങ്കിൽ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യേണ്ടത്. ആ എമൗണ്ടിനെ പറയുന്ന പേരാണ് ഹോണർ. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ മുമ്പ് പഠിച്ച ഡിപ്രീസിയേഷൻ, ഫിക്സ്ഡ് അസറ്റിന് അല്ലെങ്കിൽ ബിൽഡിങ്ങിനോ അല്ലെങ്കിൽ കാറിനോ അങ്ങനത്തെ ഇതിനൊക്കെ വരുന്ന അതിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കില്ലടോ ഓരോ വർഷം തോറും അല്ലെങ്കിൽ മാസം തോറും. സോ അതിന്റെ ആ വാല്യൂ കുറയുന്നതിനാണ് എക്സ്പെൻസ് ഓൺ ദ ടൂർണമെന്റ് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത്. ഓക്കെ, അത് വേറെ. ഇനി അടുത്തതാണ് പ്രിപ്പറേഷൻ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത്, അതുപോലെ തന്നെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകും. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്സ് ഫോർ എക്സ്പെൻഡിച്ചർ സൈഡ്. എക്സ്പെൻഡിച്ചർ സൈഡിൽ എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെ തന്നെ ഈ എക്സ്പെൻഡിച്ചർ ആൻഡ് ഇൻകം അക്കൗണ്ടിലും ഒരു ഡെബിറ്റ് സൈഡും ഉണ്ട്, ഒരു ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്താ എഴുതാറുള്ളത്, എക്സ്പെൻസ് സൈഡും, ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ഇൻകം എഴുതും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ആദ്യം നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിൽ എന്തൊക്കെ ചെയ്യുന്നത്, പേയ്മെന്റ്സ് ഓഫ് അക്കൗണ്ട്, റവന്യൂസ്, സ്മോൾ ക്യാപിറ്റൽ റവന്യൂസ് സച്ച് ആസ് റെന്റ്, പെയ്ഡ്, സാലറി. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കുറേ കാര്യങ്ങളില്ലേ ഈ എക്സ്പെൻസിന്റെ റിലേറ്റഡ്. ഇപ്പൊ സപ്പോസ് സാലറി, ടെലിഫോൺ ചാർജ്, ഇങ്ങനത്തെ നമ്മൾ എവിടെ എന്ത് ചെയ്തു, എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതും. ഓക്കെ, ഇനി അതുപോലെ തന്നെ സ്റ്റെപ്പ് ഫോർ ഇൻകം സൈഡ്. നമ്മൾ ഇനി ഒന്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണത് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് മനസ്സിലാവും. അതുപോലെ തന്നെ സ്റ്റെപ്പ് ഫോർ ഇൻകം സൈഡ് നമ്മൾ ക്രെഡിറ്റ് സൈഡ് എന്ന് പറയാം. ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ റൈറ്റ് സൈഡാണ്. റൈറ്റ് സൈഡിൽ കുറെ കാര്യങ്ങളുണ്ടാവും, അതിലും നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തു. എക്സ്പെൻഡിച്ചർ, പിന്നെ അതുപോലെ തന്നെ റവന്യൂ റെസീപ്റ്റ്, ക്യാപിറ്റൽ റെസീപ്റ്റ്സ്, അതുപോലെ തന്നെ ഇപ്പൊ ഡൊണേഷൻ, താഴെ പറഞ്ഞുള്ള കുറെ നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. സോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇൻകം സൈഡിൽ നമ്മൾ ചെയ്യും. ഓക്കെ, പിന്നെ സർപ്ലസ് ആണ് ഡെഫിസിറ്റ് ആണ്. സർപ്ലസ് എപ്പോഴാണ് ഉണ്ടാവുക, ഇൻകം സൈഡ് കൂടുതലും എക്സ്പെൻസ് സൈഡ് കുറവാണെങ്കിൽ നമ്മൾ സർപ്ലസ് ആണെന്നും,
എക്സ്പെൻസ് കൂടും, ഇൻകം കുറവാണെങ്കിൽ നമ്മൾ അതിന് ഡെഫിസിറ്റ് എന്നും പറയും. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ആകെ 3 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഇനി ഇല്ലുസ്ട്രേഷൻ 1 എങ്ങനെയാണ് നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. സോ നോക്കിക്കോ, ഫസ്റ്റ് ഇല്ലുസ്ട്രേഷൻ 1. Prepare income and expenditure account from the following information. Promising Sportsman Club Delhi for the year ended 31st March 2013. അപ്പോൾ നമ്മുടെ 2013 ഒരു ക്ലബ്ബ്. ഈ ക്ലബ്ബുകളൊക്കെ അധികം ഇങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഇതൊക്കെ ട്രസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്താ ട്രസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്താലുള്ള ബെനിഫിറ്റ്സ് വെച്ചാൽ ഒരുപാട് ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ കമ്പനികൾക്കൊക്കെ ഒരു CSR ഫണ്ട് ഇങ്ങനെ കൊടുക്കണം എന്ന് നിർബന്ധമുണ്ട്. അപ്പൊ അങ്ങനത്തെ ബേസിസിലാണ് ഇങ്ങനെ ഈ ക്ലബ്ബുകളൊക്കെ വരുന്നത്. പല പല ക്ലബ്ബുകളുണ്ട്. ഓക്കെ, അപ്പൊ ക്ലബ്ബ്, അതുപോലെ തന്നെ പല പല ഓർഫനേജ്, ഇതൊക്കെ ഇങ്ങനത്തെ ഒരു ഇതിൽ ഈ ഏരിയസിൽ വർക്ക് ചെയ്യുന്നത്. കൂടുതൽ അറിയില്ല, നിങ്ങൾക്ക് തന്നെ പത്രത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പലത് കാണുന്നതാണ്. അപ്പൊ നോക്കിക്കോ, താഴെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഉപയോഗിച്ച് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ കാണാം. ഫസ്റ്റ് വൺ, ക്യാഷ് ബാലൻസ്. ക്യാഷ് ബാലൻസ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. 7000 രൂപ ഉണ്ടെന്ന് പറയുന്നത് ഇത് ആസെറ്റ് ആണ്. ഞാൻ പറഞ്ഞു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഇൻകം ഉണ്ടാവും, എക്സ്പെൻസ്. അല്ലാതെ അവിടെ അസറ്റും ലയബിലിറ്റിയും ക്യാപിറ്റലും ഉണ്ടാവും ഇല്ല. അത് ഇവിടെ അങ്ങനെ തന്നെ. കാരണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ്. അത് എന്താ അക്കൗണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്തുണ്ടാവും? ഇൻകം എക്സ്പെൻസ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്തുണ്ടാവും? ഇൻകം എക്സ്പെൻസ്. വേറെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ അവിടെ ഒരു അസറ്റ് വരുന്നുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നുണ്ട്, പിന്നെ ഓപ്പറേറ്റിംഗ് സ്റ്റോക്ക്, ട്രേഡിംഗ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അത് വരും. ഞാൻ പറഞ്ഞ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെയാണ് എന്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. അപ്പൊ അത് നോക്കണ്ട. സബ്സ്ക്രിപ്ഷൻസ് 3000 രൂപ എന്നതിന്റെ ഇൻകം ആണ്. അപ്പൊ ഇങ്ങോട്ട് വന്നതാണ്, അതപ്പോൾ ഇൻകം ആയിട്ട് കാണിക്കും. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇങ്ങോട്ട് വന്നതാണ്, ഇൻകം ആയിട്ട് കാണിക്കണം. സ്പോർട്സ് മെറ്റീരിയൽ വാങ്ങിയതായിരിക്കും, അപ്പൊ പോയതാണ്, എക്സ്പെൻസ് ആണ്. 24,000 അങ്ങോട്ട് പോയി. മാച്ച് ഫണ്ട് ചിലപ്പോൾ അങ്ങോട്ട് പോയതായിരിക്കും. ഡൊണേഷൻസ് വന്നതാണ്. ചിലപ്പോൾ സിറ്റുവേഷൻസ്, ഇപ്പോൾ സ്പോർട്സ് മെറ്റീരിയൽ ചിലപ്പോൾ സ്പോൺസർ ചെയ്തതാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നമുക്ക് കിട്ടിയതായിട്ട്. പക്ഷെ നമ്മൾ വാങ്ങി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചെലവ്. പിന്നെ സെയിൽ ഓഫ് ഗ്രാസ് അത് വന്നതാണ്. ന്യൂസ് പേപ്പർ എക്സ്പെൻസ് അത് പോയതാണ്, എക്സ്പെൻസ്. റെഡിറ്റൊക്കെ എന്താ പറയുക എക്സ്പെൻസ്, മറ്റേതൊക്കെ. ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ് അത് ശരിക്കും അതൊന്ന് നോക്കണം. കാരണം എന്താ വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് പർച്ചേസ് എന്ന് പറയുന്നത് അതൊരു എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് അല്ല. കാരണം അതൊരു അസറ്റ് ക്രിയേഷൻ, കാരണം അസറ്റിലോട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ഒന്ന് ശ്രദ്ധിക്കണം. സാലറി പെയ്ഡ് എന്ന് പറഞ്ഞാൽ അത് പൈസ പോയതാണ്, പറഞ്ഞു അങ്ങോട്ട് പോയതാണ്. റെന്റ് പെയ്ഡ് അങ്ങോട്ട് പോയി. മിസ്ലേനിയസ് റെസീപ്റ്റ്സ് അത് വന്നതാണ്. ടെലിഫോൺ ചാർജ് പോയതാണ്. ക്യാഷ് അറ്റ് ബാലൻസ്, പിന്നെ അവസാനം 2,200 രൂപ. അതെങ്ങനെ ചെയ്യാനാണ്? ഫസ്റ്റ് ആണ് ബുക്ക് ഓഫ് പ്രോമിസ്. ആരാണ് ക്ലബിൽ എഴുതി, അവരുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ്. അതുപോലെ തന്നെ അത് ഏതാണ് ഡേറ്റ് എന്ന് എഴുതി. ഇനി നമ്മൾ ഓരോന്ന് എഴുതി നമുക്ക് ചെയ്യുന്നത് ഹൈലൈറ്റ് ചെയ്തിട്ട് പോവാം. ഓക്കെ, നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്നത്. ഫസ്റ്റ് വണ് നമ്മൾ പറഞ്ഞു സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, ക്യാഷ് അവിടെ വെക്കട്ടെ, കാരണം ക്യാഷ് അക്സെപ്റ്റ് ആണ്. അക്സെപ്റ്റ് നമ്മൾ ഇവിടെ എഴുതില്ല. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ ഒന്ന് മാത്രമേ, ഇൻകം എക്സ്പെൻഡിച്ചർ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് സബ്സ്ക്രിപ്ഷൻസ് എഴുതാം. സബ്സ്ക്രിപ്ഷൻ എവിടെ എഴുതുക? ഇൻകം സൈഡിൽ എഴുതുക. അത് അവിടെ എഴുതിയിട്ടുണ്ട്, 30,000 കഴിഞ്ഞല്ലോ, അത് കഴിഞ്ഞു. ഇനി അടുത്തത് ഏതാ? ഇൻട്രസ്റ്റ് റിസീവ്ഡ് 2,500, അതും കൂടെ എഴുതിയിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് 2000, അതും കുഴപ്പം. സ്പോർട്സ് മെറ്റീരിയൽ 24,000, അത് മിക്കവാറും എക്സ്പെൻസ് ആയി. സ്പോർട്സ് മെറ്റീരിയൽ ഇവിടെ നോക്കടാ. സ്പോർട്സ് മെറ്റീരിയൽ 24,000 രൂപ ഉണ്ട്. ഇവരത് ഇൻകായിട്ടും ട്രീറ്റ് ഇല്ല. നിങ്ങൾക്കറിയാം, ആ 24,000 ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണില്ല. ഇതെന്താണ് കാണാത്തതെന്ന് ചോദിച്ചാൽ, ഈ സ്പോർട്സ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇത് അസറ്റ് ആണ്. അതായത് അതിനർത്ഥം 24,000 രൂപയുടെ സ്പോർട്സ് മെറ്റീരിയൽ അവരുടെ അടുത്ത് ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇത് അസറ്റ് ആണ്. അസറ്റ് ആയതുകൊണ്ടാണ് എവിടെ വരാത്തത്? നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻസിൽ വരാത്തത്. സോ അതെന്ത് ചെയ്യാം? മാച്ച് ഫണ്ട് ചിലപ്പോ അത് അങ്ങനെ ആയിരിക്കും. മാച്ച് ഫണ്ട് ഇവിടെ അല്ലല്ലോ. മാച്ച് ഫണ്ട് എന്ന് പറയുന്നത് അവരുടെ അത്രയും ഫണ്ട് ഉണ്ട് എന്നുള്ളത് മാത്രമായിരിക്കും. സോ ഡോണ്ട് വെറി. അപ്പൊ അതും എവിടെ വരില്ല, അതും ഒരു അസറ്റ് തന്നെയാണ്. ഈ മാച്ച് ഫണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ്.
സോ അത് ഇവിടെ തന്നെ അസറ്റിലോട്ട് വരും. അപ്പോൾ അതിന് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാതെ അവരെ റെഡ് എടുത്ത് വിടാം. ഇത് വേണ്ട, ഇത് വേണ്ട. ഡൊണേഷൻസ് വേണം, കാരണം ഡൊണേഷൻസ് പറഞ്ഞാൽ വരുമാനം 2000 ഡൊണേഷൻ. പിന്നെ സെയിൽ ഓഫ് ഗ്രാസ് 300, അത് നമ്മൾ എഴുതി. പിന്നെ മിസ്ലേനിയസ് റെസീപ്റ്റ്സ് ഉണ്ട്, പല പല റെസീപ്റ്റ്സ് 600 രൂപ. അങ്ങനെ ടോട്ടൽ 35,400 രൂപ കിട്ടിയിട്ടുണ്ട്. പല പല രൂപത്തിലൂടെ ഓരോ കോളത്തിലൂടെ നമുക്ക് വന്ന പൈസയുണ്ട്. എന്ത് 35,400. ഇനി ഇതിന്റെ എക്സ്പെൻസ് എന്തൊക്കെയാന്നുള്ളതാണ് അടുത്തതായിട്ട്. അപ്പൊ നമുക്ക് ഈ ഹൈലൈറ്റ് ചെയ്യാത്ത ബാക്കി കാര്യങ്ങളൊന്നും നോക്കാം. ഓപ്പണിംഗ് ഒക്കെ നടക്കട്ടെ. ഇൻട്രസ്റ്റ് അതിൽ 2 ക്യാൻസൽ ചെയ്ത് വേണം. ഡൊണേഷൻ. ന്യൂസ് പേപ്പർ എക്സ്പെൻസ് വേണ്ടേ? ന്യൂസ് പേപ്പർ എക്സ്പെൻസ് വേണം. അതൊരു എക്സ്പെൻസ് തന്നെയാണ്, അതുപോലെ എഴുതിയിട്ടുണ്ടാവും. ന്യൂസ് പേപ്പർ ഇത് ഇവിടെ എന്തോ ഉണ്ടായിരുന്നു, സാലറി സാലറി പെയ്ഡ് 16,000. അതുപോലെ എഴുതി. റെന്റ് പെയ്ഡ് 5,400. റെന്റ് പെയ്ഡ് 5,000. ടെലിഫോൺ ചാർജ് എത്ര? 200. 1,200 അല്ലേ? സർപ്ലസ്. ഇനി നമ്മൾ ഇത്ര എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഇനി ഡെഫിസിറ്റ് ആണോ, നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഫുൾ ക്രെഡിറ്റ് സൈഡ് കൂട്ടുക, ഡെബിറ്റ് സൈഡ് കൂട്ടുക. ഡെബിറ്റ് സൈഡ്, ഇത് ക്രെഡിറ്റ് സൈഡ്. ഇത് എത്ര വരുന്നത്? 35,400. ഇത് അത്രയും വരില്ല, ഇത് 20 വേണമെങ്കിൽ ഒന്ന് കൂട്ടി നോക്കാം. 16,000 പ്ലസ് 5,400 പ്ലസ് 600 പ്ലസ് 1,200. 23,200 ആണ് ഇതിന്റെ ടോട്ടൽ. ഇത് തമ്മിൽ ഡിഫറൻസ്. അപ്പൊ നോക്കട്ടെ, ഇതിന്റെ ഇൻകം സൈഡ് അല്ലേ കൂടുതൽ, അതുപോലെ തന്നെ ഇതിന്റെ എക്സ്പെൻഡിച്ചർ സൈഡ് എന്ന് പറയുന്നത് കുറവല്ലേ? സോ അപ്പൊ ഇവിടെ എന്താണ്, സർപ്ലസ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, സർപ്ലസ് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതുന്നു. അത്രേ ഉള്ളൂ. കണ്ടോ, സർപ്ലസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നു. അപ്പൊ ഇത്രയും സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പോർഷൻ കംപ്ലീറ്റ് ആയി? നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഇനി ഇല്ലുസ്ട്രേഷൻ 2 ഒന്ന് നോക്കി. ഇല്ലുസ്ട്രേഷൻ 2 എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ളതാണ്. യു ഹാവ് ടു. ഓക്കെ, ഒന്നുമില്ല, വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് വായിച്ചു തരാം. ഇല്ലുസ്ട്രേഷൻ പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം ഫ്രം ദ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് യങ്സ്റ്റേഴ്സ് ഹെൽത്ത് ജാൻഷി ഫോർ ഇയർ എൻഡിങ് 31 മാർച്ച് 2020. അപ്പൊ നമ്മുടെ താഴെ തന്നിരിക്കുന്ന ഒരു കമ്പനിയുടെ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യാനാണ്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ്. സോ ഇവിടെ നമ്മുടെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവര് സൊല്യൂഷനിൽ കൊടുത്തിട്ടുള്ളത്. സോ അല്ല, സൊല്യൂഷൻ അല്ലാതെ ക്വസ്റ്റ്യൻ ആണ്. സോ നോക്കിയോ, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ്. റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ നോക്കാം ട്രയൽ ബാലൻസ് അല്ല ഇവര് തന്നിട്ടുള്ളത്. നമ്മൾ തന്നിരിക്കുന്നത് എന്താ, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ്. പേയ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കിട്ടിയതും അതുപോലെ നമ്മൾ കൊടുത്തതും, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വന്നതും. അപ്പൊ അതിൽ തന്നെ നോക്കടാ, ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്, റെന്റ് ഉണ്ട്. ഓക്കെ, പിന്നെ സ്റ്റേഷനറി ഉണ്ട്. ഇതിൽ എടുക്കാതുണ്ട്. ഓപ്പണിംഗ് ബാലൻസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. റെന്റ് എടുക്കണം, കാരണം റെന്റ് എന്ന് പറയുന്നത് എക്സ്പെൻസിന്റെ പേരാണ്. ഞാൻ നോക്കിക്കോ, ഇതാണ് നമ്മുടെ ഫോർമാറ്റ്, ഇതാണ് നമ്മുടെ കമ്പനിയുടെ ഡേറ്റ്. ഓക്കെ, അത്ര ആവശ്യമുള്ളൂ. ഇനി നോക്കിക്കോ, ഞാൻ ഓരോന്ന് പറയാം എന്തൊക്കെയാണെന്നുള്ളത്. റെന്റ് ഏത് സൈഡിൽ വരും? എക്സ്പെൻസ് വരും. അപ്പോൾ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പോയി. പിന്നെ സ്റ്റേഷനറി എക്സ്പെൻസ്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന എക്സ്പെൻസ് അല്ല, ഇവിടെ ഇൻകം ആണ്. സാലറി വീണ്ടും എക്സ്പെൻസ്. പർച്ചേസ് എക്സ്പെൻസ്, ഇതെല്ലാം കൂടെ എക്സ്പെൻസ്. ഫർണിച്ചർ എനിക്കറിയില്ല, ഇത് വേണ്ടി അസറ്റ് ആയിരിക്കും നമ്മളൊക്കെ. അപ്പോൾ ഫർണിച്ചർ പർച്ചേസ് അതെന്താണ്? പിന്നെ ക്ലോസിംഗ് ബാലൻസ്, എൻട്രൻസ് ഫീസ്. എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് എന്താ, ഇൻകം ആണ്. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻകം ആയിട്ട് വേണമെങ്കിൽ കാണിക്കാം. സെയിൽ ഓഫ് ഓൾഡ് ഒക്കെ ഇൻകം ആയിട്ട് കാണിക്കാം. ഡൊണേഷൻസ് ഇൻകം.
സോ നമ്മുടെ ഇത്രയും കാര്യങ്ങളാണ് ഇല്ലുസ്ട്രേഷൻ ടൂല് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇല്ലുസ്ട്രേഷൻ ടൂലും വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കാനും അതുപോലെ തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ആൻസറും ഇവിടെ ഉണ്ട്. സോ നിങ്ങൾക്ക് ഇത് തെറ്റുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട, സിമ്പിളായിട്ട് ചെയ്യാവുന്നത്. ഓക്കെ. അതുപോലത്തെ അടുത്തതെന്ന് പറയുന്നത് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ആണ്. സോ അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഈ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസും ബാലൻസ് ഷീറ്റും എന്നുള്ള ഒരു പോർഷനിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അത് നമുക്ക് വരും ക്ലാസ്സുകളിൽ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ. യെസ്. അപ്പോൾ ദാറ്റ്സ് ഫോർ ടുഡേ.